കെ സുരേന്ദ്രന്റെ പിൻഗാമിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നത്. കെ സുരേന്ദ്രൻ വളരെയധികം തഴക്കവും പഴക്കവുമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒരു വിജയമായിരുന്നോ പരാജയമായിരുന്നോ? നമ്മൾ അവസാനം ഈ പോയിന്റ് ഓഫ് ടൈമിൽ വിലയിരുത്തുമ്പോൾ സുരേന്ദ്രൻ വിജയമാണ്. ഞാൻ സുരേന്ദ്രൻ ശക്തമായി വിമർശിച്ചതാണ്. കാരണം അത് ഓരോ പോയിന്റും നമ്മൾ ഏത് ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോഴാണ്. സുരേന്ദ്രൻ പ്രസിഡൻ്റായി വരുന്നത് മുരളീധരൻ, കുമ്മനം, ശേഷം ശ്രീധരൻപിള്ള സാർ, ഈ 3 പേർക്ക് ശേഷം. ഈ കാലത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 2014 രാജേട്ടൻ തിരുവനന്തപുരത്ത് വിജയത്തിന് തൊട്ടടുത്തെത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മൊമെൻറ്റാണ്. ഇനി ബി.ജെ.പി 15% കൂടുതൽ വോട്ട്, 15%, ആ ഒരു 15%-അടുത്ത് അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ വോട്ട് പിടിക്കേണ്ടത്. അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കമായിരുന്നു. ആ സമയത്താണ് പിന്നെ നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് പിന്നെയും ബി.ജെ.പി വോട്ടിൽ വർധനമുണ്ടാകുന്നു. ആദ്യമായിട്ടൊരു സീറ്റ് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നിയമസഭയിലേക്ക്. അങ്ങനെ ബി.ജെ.പി കേരളം കീഴടക്കാൻ പോകുന്നു എന്നൊരു ഫീല് പല സ്ഥലങ്ങളും അവർ രണ്ടാമത് വരുന്നു. അത് ഒക്കെ ചെയ്തുകൊണ്ടാണ് മുരളീധരൻ പോകുന്നത്. മുരളീധരൻ കുമ്മനം വന്നിട്ടുണ്ടെങ്കിൽ പോലും മുന്നോട്ടും പോയില്ല, പിന്നോട്ടും പോയില്ല. കുമ്മനം കൂടുതൽ പ്രതീക്ഷിക്കുന്നു, പക്ഷേ കുമ്മനത്തിന് അത് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ശ്രീധരൻപിള്ള സാർ വന്നിട്ട് ആ ശബരിമല വിഷയം ഉണ്ടായി. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അന്ന് ബി.ജെ.പി എടുത്തൊരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ A-ക്ലാസ് മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് തന്നെ വോട്ട് ചെയ്യും, ബാക്കി സ്ഥലത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൻ്റെ ഗുണം ബി.ജെ.പി കിട്ടിയില്ല. വോട്ട് ഷെയർ ചെറുതായിട്ട് കൂടിയെന്നല്ലാതെ. അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത്, സുരേന്ദ്രൻ വരുന്നത്. സുരേന്ദ്രൻ വന്ന സമയത്ത് പിന്നെ ആ കോവിഡ് ഒക്കെ ഉള്ള പ്രത്യേക സാഹചര്യമായിരുന്നു. അപ്പോൾ ഇടതുപക്ഷ തരംഗ ആഞ്ഞടിക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ കോവിഡ് സമയത്തൊക്കെ നടന്ന ഇലക്ഷനിൽ, പഞ്ചായത്ത് ഇലക്ഷനിൽ ആദ്യം ബി.ജെ.പി തുന്നം പാടി. ലോക്സഭാ ഇലക്ഷനിലും കുഴപ്പമില്ല, സുരേന്ദ്രൻ ഉൾപ്പെടെ തിരക്കില്ലാതെ, സുരേഷ് ഗോപിക്ക് തിരക്കില്ലാതെ വോട്ട് പിടിച്ചു. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷൻ അതിന് മുമ്പ് കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഭയങ്കര മോശമായി പെർഫോമൻസ്. നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ പെർഫോമൻസ് മോശമായി. ബി.ജെ.പി വീണ്ടും പടവലങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട്, അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഞാൻ സുരേന്ദ്രനെ വിളിച്ചത്. അപ്പോൾ നമ്മളെ മുന്നിൽ സുരേന്ദ്രനാണോ പിള്ളയാണോ എന്നുള്ളത് നമ്മളെ പ്രശ്നമല്ല, നമ്മളെ മുന്നിൽ കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി.ജെ.പി വീണ്ടും അതിശക്തമായിട്ട് വളർച്ച രേഖപ്പെടുത്തി. ഏതാണ്ട് 20% വോട്ട് സുരേഷ് ഗോപി ജയിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും കപ്പലിനും ചുണ്ടിനും ഇടയിൽ ബി.ജെ.പിയുടെ തന്നെ ഉപേക്ഷ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള പ്രശ്നം കൊണ്ട് രാജീവ് പരാജയപ്പെടുന്നു. എങ്കിലും നല്ല സ്റ്റെല്ലാർ പെർഫോമൻസാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള ബി.ജെ.പിയുടെ പ്രസിഡന്റുമാരിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആൾ ഇപ്പം സുരേന്ദ്രനാണ്. മുരളീധരനായതിനു മുമ്പ് അതിപ്പോൾ സുരേന്ദ്രനാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു ബി.ജെ.പി നേതാവ്, ബി.ജെ.പിയുടെ ഉള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട നേതാവ് കൂടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സുരേന്ദ്രന് പ്രതീക്ഷ കൂടുതലായിരുന്നു. വളരെ യങ് വൈബ്രൻ്റ് ആയിട്ടുള്ള ടെലിവിഷൻ ഡിബേറ്റുകളൊക്കെ നടന്നിരിക്കുന്ന ഒരാൾ സംസ്ഥാന പ്രസിഡൻ്റായി വരുമ്പോൾ, എസ്പെഷ്യലി മുരളീധരൻ എങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത സ്ഥിതിക്ക് വലിയ വിജയത്തിലേക്ക് ബി.ജെ.പി പോകുന്നുണ്ട്. അത് വന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ കൊടകര കൊലപ്പണ കേസുകളിലെ ചില കേസുകളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും ബി.ജെ.പിയിനുള്ളിൽ തന്നെ ചോർന്നാണ് ആളുകൾ കിട്ടുന്നത്. പിന്നെ അദ്ദേഹത്തിന് പറ്റിയ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൊടകര കേസിൽ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. നമുക്ക് അദ്ദേഹത്തെ ഒരു വിഷയമാണ്. എങ്കിൽ പോലും അത് അദ്ദേഹത്തിന് ഡാമേജിങ് ആയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ വീഴ്ച എന്ന് വെച്ചാൽ 2 മണ്ഡലങ്ങൾ നിയമസഭയിൽ മത്സരിച്ചു, അതും A-ക്ലാസ് മണ്ഡലങ്ങൾ. മാത്രമല്ല ഹെലികോപ്റ്ററിൽ പറന്ന് പ്രചാരണം നടത്തി. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഏതെങ്കിലും കാസർഗോഡ് തന്നെ മത്സരിക്കുകയും മഞ്ചേശ്വരം മത്സരിക്കുകയും വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ പോയ ആളുകൾ ഒന്നും പറയുന്നില്ല. രാജീവ് അതിൻ്റെ ഹെലികോപ്റ്റർ മേടിക്കാനുള്ള പൈസയൊക്കെ ഉണ്ട്. സുരേഷ് ഗോപി പോയാലും പറഞ്ഞാൽ ഹീസ് എ സൂപ്പർ സ്റ്റാർ. ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ കോഴിക്കോട് വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ആൾ ഇവരൊന്നും കാണിക്കാത്ത ഒരു ആർഭാടം കാണിക്കുന്നത് ചിലപ്പോൾ ബി.ജെ.പിയുടെ തീരുമാനമായിരിക്കാം. പക്ഷേ അത് ഭയങ്കര നെഗറ്റീവായി. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ആയുധം അന്വേഷിച്ച് നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുള്ള ആളുകൾ ഇത് നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ മുരളീധരനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളെ കുറ്റം പറഞ്ഞ രീതിയിൽ ചില ബി.ജെ.പിക്കാരുണ്ട്. മുരളീധരനല്ല, ഈ സുരേന്ദ്രനെ പറ്റി. പിന്നെ സുരേന്ദ്രൻ രണ്ടാമത്തെ സുരേന്ദ്രൻ പ്രശ്നം പൊട്ടിത്തെറിൻ്റെ ആളാണ് സുരേന്ദ്രൻ. ഇത് ഞങ്ങളുടെ നാടിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളൊക്കെ ഒരേ എൻ്റെ സ്വഭാവം നിങ്ങൾ നോക്കിയാൽ മതി. ഞാനൊന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വൈഫ് തിരുവനന്തപുരത്തെ കാര്യമായതുകൊണ്ട് കുറച്ചൊന്നും മയപ്പെട്ടു എന്നല്ലാതെ എൻ്റെയൊക്കെ ബേസിക് ഞാൻ പറഞ്ഞ ആളുകൾ പറഞ്ഞ സുരേന്ദ്രൻ, സിനിമാ സംവിധായകൻ രഞ്ജിത്ത്,
ഇങ്ങനെ ആ ഏരിയയിൽ നിന്ന് വരുന്ന ഇത്തിരി മൊത്തം പൊട്ടിത്തെറി കൂടുതലാണ്. ആ കൂടുതലാണ്. എടുത്തടിച്ചാൽ പോലെ മറുപടി പറയും, വിട്ടുകൊടുക്കില്ല. ഇത് ഞങ്ങളെ ബേസ് ആ നാടിൻ്റെ സ്വഭാവമാണ്. അതൊരു പ്രത്യേക ബെൽറ്റാണ്. ബാലുശ്ശേരി, കല്ലാച്ചി, ആ ഏരിയ, കൊയിലാണ്ടി, ആ ഏരിയയിൽ അതൊരു വേറൊരു ബെൽറ്റാണ്. അത് നിങ്ങൾ മലബാറിൽ പറഞ്ഞ ഓരോന്നല്ല, അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതാണ് സുരേന്ദ്രൻ. അത് അറിയാത്തവർക്ക് അത് മനസ്സിലാവില്ല. എനിക്കിതറിയാം, അതുകൊണ്ടാണ് സുരേന്ദ്രൻ. ഇനിയും അതിൽ മാറ്റം വരാം. സുരേന്ദ്രൻ്റെ ബേസ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പഠിച്ചൊരു നാച്ചുറാണ്. അതിൽ വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പറയുന്നത് BJPക്ക് കുറച്ച് ഇത്തരത്തിൽ പൊട്ടിത്തെറികൾ കൂടുതലാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ ഇടയിലുള്ളൊരു സംസാരം. അല്ല, അത് ഒരു പക്ഷേ അത് ഗ്രൂപ്പ് കളീൻ്റെ പ്രശ്നമായിരിക്കും. ഇതിപ്പം അമിത്ഷാ നേരിട്ട് തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതുകൊണ്ട് അത് ഇനി അധികം കളിക്കാൻ സാധ്യതയില്ല. സുരേന്ദ്രന് പറ്റിയതാണോ? സുരേന്ദ്രനെ വീഴ്ച ഒന്ന്. സുരേന്ദ്രൻ ആ നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളല്ല നാട്ടുകാർ. നിങ്ങൾ ബാക്കി കുറച്ച് ആളുകളുണ്ടാവും, പേര് മോശം. അനൂപേനൊക്കെ അയാൾ അമ്മ വീടൊക്കെ അച്ഛൻ്റെ വീടൊക്കെ നമ്മളവിടെ. പക്ഷേ അനൂപേനൻ ഇപ്പം തന്നെ കൊണ്ടുവന്നത് തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അനൂപ് വളരെ സ്വാഭാവികമായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി അധികം സംസാരിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഗിരീഷ് ഭയങ്കര ഫയറുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ സിനിമാ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു, എനിക്ക് ആപ്പാടെ ഞാൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത് കണ്ടൊരു വീഴ്ച എന്ന് വെച്ചാൽ, അദ്ദേഹം ആ 2 ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ്. അത് കേരളത്തെ വായിച്ചെടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൊക്കെ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടുകാർ അങ്ങനെ പൊതുവെ ആഡംബരത്തിൻ്റെയോ പൊങ്ങച്ചത്തിൻ്റെയോ അങ്ങനെ ഇത്തരം കാര്യങ്ങളോ അങ്ങനെ ഒരു ഫീൽ കൊടുക്കില്ല. ഇപ്പം എന്നോട് തന്നെ പറയും, നീ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? പലപ്പോഴും ഷർട്ട് പോലും പോപ്പോൾ അയൺ ചെയ്യാതെ മുടി ഉമ്മൻചാണ്ടി സാറിനെ പോലെ കെട്ടാൻ വരുന്ന ഒരാളാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെ രീതിയാണ്. ഇതൊന്നും നമ്മൾ നോക്കില്ല. എന്ന് വെച്ചാൽ ഈ ചെറിയ നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഉള്ളിൽ എന്താണെന്നുള്ളത് ഞങ്ങളെ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ സുരേന്ദ്രൻ, അപ്പം അങ്ങനെയുള്ള നാട്ടിൽ നിന്ന് സുരേന്ദ്രൻ പക്ഷേ വേറൊരു രീതിയിലായപ്പോൾ ഇതൊക്കെ നമുക്ക് സുരേന്ദ്രൻ ന്യായീകരിക്കാൻ പോയി. അതേപോലെ മറുപടി അദ്ദേഹം സ്ത്രീത്വമായിട്ടുണ്ടായ അടി എല്ലാം നമുക്ക് സുരേന്ദ്രൻ്റെ ബേസിക് നാച്ചർ തന്നെ നാടിൻ്റെ പ്രത്യേകതയായിപ്പോൾ. പക്ഷേ ഇവിടെ നമുക്ക് ന്യായീകരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ വരുന്നു. അദ്ദേഹത്തിന് ആയുധങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിപ്പെട്ടവർ തന്നെ അത് വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹത്തിനെതിരെ പറയാൻ വേണ്ടി. ബാക്കി അദ്ദേഹത്തിന് വന്ന എതിരെ വന്ന ആരോപണങ്ങളൊക്കെ പോകുകയാണ്. അത് ഇത്തരം ആരോപണങ്ങൾ മുമ്പും പലർക്കും ഉണ്ടായി. സബ്സ്റ്റൻസ് ഇല്ല. പക്ഷേ ഇതിൽ സബ്സ്റ്റൻസ് ഉണ്ട്. അത് അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു. എങ്കിൽ നിങ്ങൾ BJPയുടെ ചരിത്രം നാളെ എഴുതുമ്പോൾ BJPയുടെ കേരളത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രസിഡന്റുമാരിൽ ഒരാളായി തന്നെയാണ്, അഭിമാനത്തോടു കൂടി തന്നെയാണ് സുരേന്ദ്രൻ ഇറങ്ങിപ്പോകുന്നതെന്നുള്ളത് വാസ്തവമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.